ഓക്കെ, ബേബികൾ എന്ന് പറയുന്ന സിനിമ പറയുന്നൊരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്, ഒരു ഫാമിലി എന്റർടൈനർ കൂടിയാണ്. നമ്മളിപ്പോ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ ഇന്റൻസിറ്റി ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിലും അതിന്റെ ഒരു എൻഡ് പോയിന്റ് വരുന്ന സമയത്ത് ഒരു വളരെ ഒരു ഹാർട്ട് വാർമിംഗ് അല്ലെങ്കിൽ ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന സാർ ഐശ്വര്യ, സംഗീത ഐശ്വര്യ, ലിജുമോൾ ഐശ്വര്യ, അഭിമന്യു ഐശ്വര്യ, മറ്റ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത വളരെ വലിയ വലിയ ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ ഉണ്ട്. അവരെല്ലാവരും അവരുടെ വർക്ക് വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എൻ്റെ ക്യാമറമാനായ ഫൈ, നമ്മളൊരു ജനറിക് ആയിട്ടൊരു ബ്യൂട്ടി ഷോട്ട്സ് എടുക്കണം എന്നുള്ള പ്ലാൻ അല്ലാതെ വളരെ റോ ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ് ഈ സിനിമ. അപ്പോൾ അത് ഫൈക്ക് അതിലൊരു വലിയ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഈ ട്രെയിലർ കണ്ട ആൾക്കാർ വളരെ എന്താ പറയാ, നമുക്ക് ഭയങ്കര ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫൈയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സാം CS ആണ്. സാം CS വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് നമുക്ക് ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനു വേണ്ടി ചെയ്തത്. സാം CS ഒരു വലിയ താങ്ക്സ് ഇതിൽ പറയാനുണ്ട്. ഈ പടത്തിലൂടെ നമ്മളൊരു 3 ആർട്ടിസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് മൈഥിലി, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. മൃദുൽ ആൻഡ് അക്ഷയ്. സോ ഈ 3 പേരും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. വെരി പ്രൗഡ്ലി പ്രസന്റിംഗ് ടു ദം. ഈ സിനിമയിൽ ഓൾസോ ലോഞ്ചിങ് ആൻ എഡിറ്റർ ഷൈജിന്റെ എഡിറ്റിംഗ് ഭയങ്കര ഒരു ടോക്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന സിനിമ റിലീസായി വരുമ്പോൾ. ആൻഡ് ഐ ഹോപ്പ് ഹി ഗെറ്റ്സ് എ ഗുഡ് നെയിം വിത്ത് ദിസ്. I think that's about it. എന്തെങ്കിലും ചോദിക്കാൻ ബിഗ് താങ്ക്സ് ടു ലിസ്റ്റൻ ഫോർ ബാക്കിംഗ് ദിസ് പ്രോജക്റ്റ് ആൻഡ് സഞ്ജുവേട്ടൻ. ഈ ഒരു ഇങ്ങനൊരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിനിമ എഴുതി ഇതിനെ എൻ്റെ അടുത്ത് ട്രസ്റ്റ് ചെയ്ത് തന്ന് സഞ്ജുവേട്ടൻ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. സപ്പോസ് ടു കം ഹിയർ ഫുള്ളി ഓൺ ദ വേ ആണ് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. ബേബികൾ അങ്ങനെ 23rd റിലീസാവുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കേട്ടൊരു ബേബികൾ തന്നെയാണ്. ബോബി സഞ്ജയ് ഇതിലൊരു സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ അല്ലെങ്കിൽ കഥകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ സ്ക്രിപ്റ്റായിരുന്നു ബേബികളുടെ. ഞാൻ വളരെ ഇമോഷണലി കണക്ട് ആയിട്ട് എടുത്ത ഡിസിഷനാണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത്. എൻ്റെ എന്താ പറയുക, മുമ്പും ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇത് നമ്മളെല്ലാവരും ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ്. കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ബേബികൾ തന്നെയാണ്. ഇതിൻ്റെ കഥയും ഈ ബേബികളുമാണ് ഇതിൻ്റെ മെയിൻ. ബാക്കിയെല്ലാം നമ്മളെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും എല്ലാമാണ്. ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി. ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബഡ് ആവുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിനൊരു ഭാഗമാവണം തോന്നി എടുത്തൊരു ഡിസിഷനാണ് ബേബികൾ ചെയ്യാന്നുള്ളത്. ഈ സിനിമയുടെ പിന്നിലൊരു കോസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിനെല്ലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. അതിനാണെങ്കിലും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ 23 വരുന്നത്. പക്ഷെ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ സിനിമ കാണുക, കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അത് സിനിമ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇതായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പരിപാടി, ട്രാക്ക് മാറ്റുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ കരിയറിന്റെ പാത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ അവിടെ നിന്ന് ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാറ്റിയിട്ട് വേറെയും നീ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എന്നിലേക്ക് ഈ കഥ എത്തുന്നത്.
അപ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുമാണ് ഇതിന്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ശ്രമമാണ് ഒരു ടേൺ എടുക്കാനുള്ള, അങ്ങോട്ടേക്ക് കയറി ഇനിയെല്ലാം 23-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നതനുസരിച്ചൊക്കെ ഇരിക്കും നമ്മുടെയും ഡിസിഷൻ ട്രാവൽ കറക്റ്റ് ആയിരുന്നു എന്ന് അറിയാം. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ, എല്ലാ സിനിമകളും പ്രതീക്ഷയോടെയാണ്, പക്ഷെ ഈ സിനിമ കുറച്ചുകൂടി പേഴ്സണലാണ്. പ്രോസസ്സിൽ തന്നെ ഭയങ്കര സന്തോഷം കിട്ടിയ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന 23-ാം തീയതി എല്ലാവരും കാണുക. എന്നിട്ട് ജെന്യുവിനായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നമ്മളെ തിരുത്താനും നമ്മളോട് പറയാനൊക്കെ, കാരണം ഇത്രയും ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും നിങ്ങൾ തന്നെ അത്രയും അടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിലും എന്ത് തോന്നിയാലും പറയാ എന്നാണ് പറയുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജനുവരി 23 ദേവികൾ റിലീസ് ചെയ്യാണ്. സഞ്ജയ് ചേട്ടൻ ആദ്യമായിട്ട് ഇതിൻ്റെ കഥ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത സമയം തൊട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് സന്തോഷത്തോടെ ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ക്യാരക്ടേഴ്സും എല്ലാം അങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിലുള്ള എല്ലാവരും ഇപ്പോൾ നിഞ്ചനെ കുറച്ചുകൂടി പറഞ്ഞ പോലെ ഇതിലങ്ങനെ ഒരു നായിക അല്ലെങ്കിൽ നായകൻ അങ്ങനെയല്ല, ഇതിൻ്റെ കഥ തന്നെയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അതേപോലെ ഇതിൽ ബേബികളിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെയും വന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യൻസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് അത്രത്തോളം ആവശ്യമുള്ളൊരു സിനിമയും കൂടിയായിരുന്നു. അതെല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്കും ഇതെല്ലാവരും മാക്സിമം പറഞ്ഞിട്ടുണ്ടെന്നോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ 23 മൂവി റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ലൊരു പ്രൊഫൈലുള്ള, അത്രയും നല്ലൊരു ടീം ആൻഡ് ക്രൂ, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൽ വർക്ക് ചെയ്തതിൽ. എല്ലാവരും പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ. കാരണം ഒരു 24 hours നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് എത്രയും ദിവസം ഷൂട്ട് ചെയ്ത് ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് എനിക്കും വളരെയധികം ക്യൂരിയസ് ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ടിട്ട് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ എല്ലാവരും അറിയിക്കണം. താങ്ക് യു. ബേബികൾ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇനിയിപ്പോൾ നിവിൻ തന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് നമുക്ക് നിവിനെ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയോ അതുപോലെ തന്നെയാണ് എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പോൾ അത് ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമയിൽ ഞാൻ ഇന്നും നിവിനോട് പറയുക. കാരണം സാധാരണ ഒരു ഗതിക്ക് നമ്മളൊരു പബ്ലിസിറ്റി കുറച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകണം എന്ന് പറയേണ്ടത് അതിൻ്റെ ഹീറോയാണ്. അപ്പോൾ നിവിൻ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ എല്ലാം കറക്റ്റാണ്. പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്ത സിനിമകളൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റിയുടെ ഒക്കെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ഹിറ്റാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിനിമ വർക്കൗട്ട് ആവുള്ളൂ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ആവശ്യമാണ്. ഈ സിനിമയിൽ ഒരു ഹ്യൂമറില്ല, ഒരു പാട്ടില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളോടെ ഉണ്ട്. അപ്പോൾ സിനിമയാണ് സംസാരിക്കേണ്ടത്. അപ്പം ആ സിനിമ 23-ാം തീയതി ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഞങ്ങളുടെ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ സിനിമ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം ഇപ്പൊ തന്നെ ഈ സിനിമകളൊക്കെ അറിയാം, എല്ലാ സിനിമകളും ബിസിനസ് പോലും ഇപ്പോൾ നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ് കൂടെ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അവരത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് അവരൊക്കെ ഇത് എടുക്കുക എന്ന് പറയുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ എടുക്കുക എന്ന് പറയുന്നത് കുറെ അധികം പേര് കാണുമ്പോൾ അപ്പൊ അതിന്റെ മജോറിറ്റി
യെസ് പറയുമ്പോഴുമാണ് എടുക്കുക. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് അതൊരു കമ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും ഇന്നാണത് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ബേബികളിന്റെ ഒരു പ്രത്യേകതയും ബലവും. അപ്പോൾ 23-ാം തീയതി ഇനി അത് പ്രേക്ഷകരോട് തന്നാൽ ഞാനും കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് രക്ഷപ്പെടാനൂടെ ഉള്ളൊരു മാർഗമാവും. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രാർത്ഥനയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു. നിങ്ങളുടെ സിനിമകൾ വരുമ്പോഴാണ് എഴുത്തുകാരന്റെ പേര് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കൊരു വലിയ പേരായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പോസ്റ്ററിലടക്കം. പക്ഷെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ സിനിമ എഴുതി തുടങ്ങുമ്പോൾ ഈ റൈറ്റേഴ്സിന്റെ പേര് വളരെ ചെറിയൊരു കോളത്തിൽ ഒരുത്തുന്ന ഒരു സ്വഭാവം പോസ്റ്റേഴ്സിൽ കണ്ട് തുടങ്ങിയിട്ടുണ്ട് കുറെ നാളായിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒരു സിനിമയുടെ അടിത്തറ തിരക്കഥയാണ്. എന്താണ് ഇതിന്റെ കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത് അങ്ങനെയാണ് അതിന്റെ രീതി എന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് അറിയില്ല. പക്ഷെ നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ലിസ്റ്റിനോട് ചോദിച്ച ചോദ്യത്തിന് 15 ദിവസം കൊണ്ട് സിനിമ തീരുമാനിക്കുന്നല്ലോ, ഇപ്പൊ എന്താണ് 50-60 എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടോ ശശി സാറിനെ പോലുള്ളവർ. ഓക്കെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അന്ന് അതായത് 80കളിലാണ് താങ്കൾ പറയുന്ന ഈ സംഭവം അല്ലെ, 80കളിലൊക്കെ 15-20 ദിവസം കൊണ്ടായിരുന്നു സിനിമ തീർത്തിരുന്നത്. അന്ന് നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മളുടെ ലാംഗ്വേജ് സിനിമകളുമായിട്ട് തന്നെയാണ്. ഇത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ സിനിമയിലൂടെ എക്സ്പോസ്ഡ് അല്ലായിരുന്നു. അന്നും ഇന്റർനാഷണൽ സിനിമ എടുത്തിരുന്നത് 100-150 ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 15 ദിവസം എടുത്തിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കാരണം കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ഇപ്പോ നമ്മുടെ ഓഡിയൻസ് വളരെ പ്രബുദ്ധരാകുകയും അവർ ഇന്റർനാഷണലി ഒരുപാട് എക്സ്പോസ്ഡ് ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് കമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ 100 ദിവസം 120 ദിവസം ഷൂട്ട് ചെയ്ത സിനിമകളുമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പെർഫെക്ഷനും എക്സ്പെർട്ടീസും ഓഡിയൻസ് നമ്മുടെ സിനിമകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടി പഴയതിനേക്കാൾ കൂടുതൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ദിവസങ്ങൾ കൂടുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ പേരിന്റെ കാര്യം പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് അറിയില്ല, അതെന്താണ് അങ്ങനെ ഒരു കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. ചേട്ടൻ തിരിച്ചൊരു നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലുള്ള കുറെ പേർക്കാണ് ഭയങ്കര സന്തോഷമായത്. ശരിക്കും കുറെ നാളായിട്ട് ഡെസ്പായിട്ടിരിക്കുകയായിരുന്നു നമ്മളൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ്, ഇതിനെയൊക്കെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർഗോട് ഉണ്ട്, നിവിൻ പോളി ഫാൻസ്. ആ ഫാൻസിനെ ചേട്ടനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് എനിക്ക് എല്ലാ നടന്മാരും എല്ലാ ടെക്നീഷ്യൻസും എല്ലാവരും കടന്നു പോകുന്ന ഒരു ഫേസാണ്. ഉയർച്ചയായിട്ട് കാഴ്ചയുണ്ടായിരുന്നു. അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അതിന് പഠിക്കാൻ പറ്റും, എന്താണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യുന്നതാണോ, അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരും. സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രേക്ഷകർ ഏറ്റെടുത്തു. ഇത്രയും വലിയ വിജയമാകും പക്ഷെ അതിൻ്റെ ഒരു റൈറ്റിംഗിന്റെ ക്വാളിറ്റി, ഒരു മേക്കിംഗ് ക്വാളിറ്റി എല്ലാം പ്രേക്ഷകർക്ക് കണക്ട് ആയി, ഇമോഷണലി ആ സിനിമ കണക്ട് ആയി എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് വിജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ദീപിക ഇറങ്ങാണ്. ഈ സിനിമയിൽ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്ട് ചെയ്യാത്തൊരവസ്ഥയിലെത്തി അതാണ് സർവമായ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു. നമ്മൾ ഞാൻ കുഞ്ഞിനെ സിനിമയ്ക്ക് സങ്കടമായി, ഞാൻ പൈസക്ക് വേണ്ടി കൊടുത്താണെന്ന് പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര, ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ സാറിനോട് പോയിട്ട് തന്നെ 6-7 വർഷമായി. ഇതുവരെ പൈസയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. സിനിമ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്നതിൻ്റെ ആഫ്റ്റർ ഞാൻ കുഞ്ഞിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തന്നെ പറഞ്ഞുള്ളൂ, സിനിമയെ ഞാൻ അതേപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കമൻസ് വന്നു. അപ്പോൾ വൈഫാണ് ഞാനത് കാണിക്കുമ്പോൾ ഞാനത് പണയം വെച്ചു, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വരുമ്പോൾ അങ്ങനെ ഇവിടെ അതാത്ത വിഷമമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക, ഇത് ലൈഫാണ്.
താങ്ക് യു സോ മച്ച്.